ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഒരേ ദിവസം 3 കോഴിയെ അടവച്ചു. അത് 3 ഒരേ ദിവസം തന്നെ വിരിഞ്ഞു. എല്ലാ മുട്ടയും വിരിഞ്ഞിട്ടില്ല. ഇനി ഓരോന്നിനും 2-3 മുട്ട വീതം വിരിയാനുണ്ട്. ഇപ്പോൾ വിരിഞ്ഞ കുഞ്ഞുങ്ങളുടെ മുട്ടത്തോട് പറക്കി മാറ്റുകയാണ്. അങ്ങനെ മാറ്റിയില്ലെങ്കിൽ ആ മുട്ടത്തോട് മറ്റേ മുട്ടയിലോട്ട് കയറിയിരിക്കുകയും പിന്നെ വിരിയാനുള്ള മുട്ടയ്ക്ക് ആ കുഞ്ഞിന് പുറത്തു വരാനും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇത് വിരിഞ്ഞാൽ ഉടനെ തന്നെ ആ മുട്ടത്തോട് നമ്മൾ പറക്കി മാറ്റണം. ഇവള് ഇത്തിരി പ്രശ്നക്കാരിയാണ്. പിടിക്കാൻ ചെല്ലുമ്പോൾ അത് കൊത്തും. എന്നാലും സൂക്ഷിച്ച് അതിനെ എടുത്ത് മാറ്റി അതിൻ്റെ മുട്ടത്തോടെ എടുത്ത് മാറ്റാണ്. ഇതിലും 1-2 മുട്ട വിരിയാനുണ്ട്. ഇത് നമ്മൾ ആദ്യമേ തന്നെ ഇതിൻ്റെ മുട്ടത്തോടെ എടുത്ത് മാറ്റിയായിരുന്നു. ഇതിലും 1-2 മുട്ട വിരിയാൻ ഉണ്ട്. ഞങ്ങളിവിടെ കോഴിക്കാണ് അട വയ്ക്കുന്നത്. മുട്ട ശേഖരിച്ച് വെച്ചിട്ട് അടയാവുന്ന കോഴിക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചില സമയത്ത് 3-4 കോഴികൾ ഒന്നിച്ച് അടയാവും. അപ്പോൾ ഓരോരുത്തർക്കും മുട്ട ഉള്ളതുപോലെ വെച്ചു കൊടുക്കും. ഇത് അടുത്ത അടയിരിക്കുന്ന കോഴിയാണ്. ഇതിനും മുട്ട വെച്ചിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത് ഈ കോഴി അടവെച്ച് മുട്ട വിരിഞ്ഞാൽ 1 ദിവസം കൂടി അതിൽ തന്നെ വെച്ചിരിക്കും. പിന്നെ ബാക്കിയുള്ള മുട്ട വിരിയുമെങ്കിൽ 1 ദിവസം കൊണ്ട് അത് വിരിയും. പിറ്റേന്ന് മാത്രമേ കോഴിയെയും കുഞ്ഞിനെ മാറ്റി ഇടത്തുള്ളൂ. പിന്നെ തീറ്റ കൊടുത്ത് പിറ്റേന്നേ മാറ്റത്തുള്ളൂ. ഇന്ന് കോഴിയും കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഇങ്ങോട്ട് തുറന്നു വിട്ടിട്ടുണ്ട്. ഇനി ഇവർക്ക് പ്രത്യേകം ഒരു സ്ഥലം സെറ്റ് ചെയ്ത് അതിലേക്ക് മാറ്റും. ഇതിൻ്റെ അകത്തും അടവച്ചിരിക്കുകയാണ്. കോഴിയെ കുഞ്ഞുങ്ങളെ കൂട് സെറ്റ് ചെയ്ത് അതിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി കുറച്ച് ദിവസം ഇവർ ഇവിടെ തന്നെ കിടക്കും. അത് കഴിഞ്ഞിട്ട് ഇവർ മാറ്റത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.